ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 19ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വെബ്സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യാണിനെ സ്റ്റാർഫോൾ ഹാളിന്റെ യങ് മാസ്റ്ററായിട്ട് നിയോഗിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് അവന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ കിട്ടുന്നു. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് യാൺ ലിറ്റിൽ ഫെയറി ഡോക്ടറിനോട് ആ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതാണ്. ലിറ്റിൽ ഫെയറി ഡോക്ടറിനാകട്ടെ അത് മറ്റൊരു വീട് പോലെയാണ് തോന്നിയത്. കാരണം അവിടെയുള്ള എല്ലാവരും തന്നെ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് ഒരു കുടുംബാംഗത്തെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. യാണപ്പോ പറയുന്നത് ഇനി മുതൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ കഴിഞ്ഞോളാനാണ്. ലിറ്റിൽ ഫെയറി ഡോക്ടറിന് അതിന് നല്ല താല്പര്യവുമുണ്ട്. അത് കേൾക്കുമ്പോൾ സന്തോഷവും ആകുന്നുണ്ട്. പക്ഷേ ഫെങ്ഷിയാൻ അതൊക്കെ സമ്മതിക്കുമോ എന്നാണ് ലിറ്റിൽ ഫെയറി ഡോക്ടർ ചോദിക്കുന്നത്. അപ്പോ യാൻ പറയുന്നത് വേറൊന്നുമല്ല, പുറമെ കാർക്കശ്യക്കാരനാണെങ്കിലും ഫെങ്ഷിയാൻ നല്ലവനാണ്. ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ചികിത്സിക്കാൻ മാത്രമല്ല അവിടെ താമസിപ്പിക്കാനും ഫെങ്ഷിയാൻ സമ്മതിക്കുമെന്നാണ് യാൻ പറയുന്നത്. പിന്നെ ഫെങ്ഷിയാൻ യാണിനെയും ലിറ്റിൽ ഫെയറി ഡോക്ടറിനെയും അടുത്ത ദിവസം സ്റ്റാർഫോൾ ഹാളിന്റെ ഓൾട്ടറിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നു. ആ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നെഗറ്റീവ് എനർജീസിനെയും വിഷത്തെയും ഒക്കെ അബ്സോർബ് ചെയ്യാനാകും. പ്രധാനമായിട്ടും അവരങ്ങോട്ട് വന്നത് തന്നെ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് വേണ്ടിയായിരുന്നു. ഫെങ്ഷിയാൻ പറയുന്നത് വേറൊന്നുമല്ല, ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ഹൃദയത്തിൽ പോയിസൺ ഒക്കെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. ഐസ് ഒക്കെയുള്ള ആ സ്ഥലത്ത് വെച്ച് അവളുടെ വിഷമുള്ള ബോഡി പൊട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളുടെ മെറിഡിയൻസ് ഒക്കെ അതുമൂലം ബ്ലോക്കായി. ആ സ്ഥലത്ത് വന്നുകൊണ്ട് 2 മെത്തേഡുകളാണ് ഫെങ്ഷിയാൻ മുന്നോട്ട് വെക്കുന്നത്. ആ ഓൾട്ടറിലുള്ള പ്രത്യേക തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആ ഫ്ലെയിം ആണ് വിഷത്തെയും നെഗറ്റീവ് എനർജീസിനെയും ഒക്കെ ഇല്ലാതാക്കുന്നത്. ആദ്യത്തെ മെത്തേഡിൽ ആ ഫ്ലെയിംസ് ഡയറക്റ്റ് ആയിട്ട് അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് അവളുടെ ശരീരത്തിലുള്ള എല്ലാ വിഷവും നീക്കം ചെയ്യാനാകും. പക്ഷേ അതിനുശേഷം അവൾ സാധാരണ ഒരു മനുഷ്യനായിരിക്കും. കൾട്ടിവേഷൻ ഒന്നും ചെയ്യാനാകില്ല. ലിറ്റിൽ ഫെയറി ഡോക്ടർ അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് ചോദിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡും ഈ ഫ്ലെയിംസ് ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ അതിന് കുറച്ച് പ്രക്രിയകളുണ്ട്. സാധാരണ മനുഷ്യർക്കൊന്നും ഒട്ടും സഹിക്കാനാവാത്ത വേദനയിലൂടെയായിരിക്കും അവൾക്ക് കടന്നു പോകേണ്ടി വരിക. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിൽ പവർ ഒക്കെ അതിന് വേണം. കാരണം പകുതി വെച്ച് അത് നിർത്തുകയാണെങ്കിൽ അവളുടെ 5 സെൻസുകളും നശിക്കും. ചിലപ്പോ അതിലും വലിയ നഷ്ടങ്ങൾ വരെയും സംഭവിച്ചേക്കാം. എന്നാൽ ലിറ്റിൽ ഫെയറി ഡോക്ടർ ഉടനെ തന്നെ ചോദിക്കുന്നത് അതിൽ വിജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കുമെന്നാണ്. ഫെങ്ഷിയാൻ അപ്പോൾ പറയുന്നത് ആ രണ്ടാമത്തെ ഓപ്ഷനിൽ ഒരുപാട് വേദനകളൊക്കെ സഹിച്ച് വിജയിക്കുകയാണെങ്കിൽ അവൾക്ക് അവളുടെ പോയിസണസ് ആയിട്ടുള്ള ബോഡി കൺട്രോൾ ചെയ്യാം. അതുവഴി അവൾ അബദ്ധവശാൽ നിരപരാധികളായിട്ടുള്ള ആരെയും കൊല്ലില്ല. ലിറ്റിൽ ഫെയറി ഡോക്ടർ ഉടനെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് തെരഞ്ഞെടുക്കുന്നത്. യാണപ്പോൾ ഈ വലിയ റിസ്ക് എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഫെങ്ഷിയാൻ ആകട്ടെ നിനക്ക് മരണത്തെ ഭയമില്ലേ എന്നും ചോദിക്കുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ അതിന് മറുപടി പറയുന്നത് മുമ്പ് അവൾക്ക് ഭയമുണ്ടായിരുന്നു, അന്ന് അവൾ ഇരുട്ടിലായിരുന്നു. പക്ഷേ യാണിനെ കണ്ടതിന് ശേഷം ആ ഭയമൊക്കെ മാറി എന്നാണ്. ഇപ്പൊ അവൾ അതിനെയൊന്നും പേടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ യാൻ പറയുകയാണ്, എന്റെ മുമ്പിൽ നീ ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. ഒരു സാധാരണ മനുഷ്യനായിട്ടിരിക്കാനാണ് നീ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ നിന്നെ തടയില്ല. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ലിറ്റിൽ ഫെയറി ഡോക്ടർ അപ്പോൾ പറയുന്നത് വേറൊന്നുമല്ല, എപ്പോഴും യാൺ രക്ഷിക്കുന്നത് വരെയും അവൾക്ക് കാത്തിരിക്കാനാകില്ല. യാണിന് ഒരു ഭാരമാകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. യാണിന്റെ കൂടെ എപ്പോഴും ഒരു സപ്പോർട്ടായിട്ടിരിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അപ്പോ യാൺ ചോദിക്കുന്നത് അതിൽ പരാജയപ്പെട്ട് അവളുടെ 5 സെൻസുകൾ നഷ്ടമായാലോ എന്നാണ്. അതിന് ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുന്നത് ഈ ലോകത്തെ എല്ലാം തന്നെ അവൾ കണ്ടതാണ്, എക്സ്പീരിയൻസ് ചെയ്തതാണ്, അതെല്ലാം തന്നെ ഹൃദയത്തിൽ കുറിച്ചതാണ്. അതൊന്നും തന്നെ ഇനി മായ്ക്കാനാകില്ല. അതുകൊണ്ട് അതിലൊന്നും ഖേദമില്ല എന്നൊക്കെയാണ്. അവൾ പൂർണ്ണ മനസ്സോടെ രണ്ടും കൽപ്പിച്ചാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ യാൺ അതിനെ സമ്മതിക്കുന്നു. അതിനുശേഷം അവിടെയുള്ള ഫ്ലെയിം ആക്ടിവേറ്റ് ചെയ്ത് ഫെങ്ഷിയാൻ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ഹീല് ചെയ്യുകയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് യാൺ ചോദിച്ചു കഴിയുമ്പോൾ ഫെങ്ഷിയാൻ പറയുന്നത് വിഷത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ഉള്ളിലുള്ള വിഷത്തെ ഹീല് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നാണ്. അതിനുവേണ്ടി വിഷത്തിൽ നിന്നുണ്ടാക്കിയ ഒരു പില്ല് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേ ലിറ്റിൽ ഫെയറി ഡോക്ടർ വേദന അനുഭവിച്ചു തുടങ്ങിയിരുന്നു. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ യാൻ ചോദിക്കുന്നത് ഇത് എപ്പോൾ തീരുമെന്നാണ്. ഫെങ്ഷിയാൻ അതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോഴല്ല വേദന തുടങ്ങാൻ പോകുന്നത്. അവളുടെ ഉള്ളിലുള്ള ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വലിയ വേദന അനുഭവിച്ചു തുടങ്ങുന്നത്. അല്പം കഴിയുമ്പോൾ തന്നെ തണ്ടറൊക്കെ പ്രത്യക്ഷപ്പെടുകയും അവളുടെ ഉള്ളിലുള്ള ഐസ് മെൽറ്റ് ആയി തുടങ്ങുകയും ചെയ്യുന്നു. അതുമൂലം അവൾക്ക് ഒരുപാട് വേദന അനുഭവപ്പെടുന്നു. യാണപ്പോ തടയാനൊക്കെ പോകുന്നുണ്ട്. ഫെങ്ഷിയാൻ
തന്നെയായിരുന്നു അപ്പോഴൊക്കെ തടഞ്ഞുകൊണ്ട് അത് അവൾക്ക് കൂടുതൽ ദോഷമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. യാൺ അതിനുശേഷം മോട്ടിവേറ്റ് ചെയ്യാൻ കുറെ വാക്കുകളൊക്കെ പറയുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ ഓർക്കുന്നതും യാണിന്റെ പഴയ വാക്കുകൾ തന്നെയാണ്. നമ്മുടെ ജീവൻ എപ്പോ അവസാനിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ചെറിയ കീടം പോലും സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ യാൺ പറഞ്ഞ ഓരോ വാക്കുകളും മോട്ടിവേഷൻ ആയിട്ട് എടുത്തുകൊണ്ടാണ് ലിറ്റിൽ ഫെയറി ഡോക്ടർ ആ വേദനകളൊക്കെ സഹിക്കുന്നത്. അല്പം കഴിയുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫയർ നിലച്ചു പോകുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ തളർന്നു വീഴുന്നു. യാണാണ് അപ്പോൾ ഓടിച്ചെന്ന് പിടിക്കുന്നത്. അവശതയോടെ ലിറ്റിൽ ഫെയറി ഡോക്ടർ അപ്പോൾ യാണിനോട് ആവശ്യപ്പെടുന്നത് ഫയർ വർക്കുകൾ തനിക്ക് കാണണമെന്നാണ്. അപ്പോ ആ മൗണ്ടെയിന്റെ അടിയിൽ സിറ്റിയിലേക്ക് പോയി കഴിയുമ്പോൾ അതൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് യാൺ പറയുന്നു. ഫെങ്ഷിയാൻ ആകട്ടെ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ബോഡി പരിശോധിച്ചിട്ട് പറയുകയാണ്, ഇവളുടെ ശരീരത്തിലുള്ള വിഷത്തെ ഇവളുടെ ശരീരം പൂർണ്ണമായിട്ടും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. യാൺ അപ്പോൾ അതിൽ വിജയിച്ചു എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ഫെങ്ഷിയാൻ പറയുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടറിനൊക്കെ അത് കേട്ട് സന്തോഷമാകുന്നുണ്ട്. എങ്കിലും വളരെ അവശതയിലായിരുന്നു. ഫെങ്ഷിയാൻ പറയുകയാണ്, അതിനുശേഷം കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ വിഷത്തെ കൺട്രോൾ ചെയ്യാം. ഈ കോണ്ടിനെന്റിലെ തന്നെ വിഷമുള്ള ബോഡി കൺട്രോൾ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും ഇവൾ. അതിനുശേഷം ഫെങ്ഷിയാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഈ ടെക്നിക്ക് വർക്കാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേര് കൊള്ളാം. അത് കേട്ട് യാൺ ചോദിക്കുകയാണ്, അപ്പോ ആദ്യമായിട്ടാണോ ഈ ടെക്നിക്ക് ട്രൈ ചെയ്യുന്നത്? ഫെങ്ഷിയാൻ അപ്പോൾ പറയുകയാണ്, ഈ വിഷമുള്ള ബോഡി ഉള്ളവർ തന്നെ റയർ ആണ്. അതിൽ തന്നെ ഇത്രയൊക്കെ വേദന സഹിച്ച് ഈ മെത്തേഡിലൂടെ ആര് കടന്നു പോകാനാണ്? അതിനുശേഷം ഫെങ്ഷിയാൻ യാണിനെ മാത്രമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് ഇന്നു മുതലാണ് ഫെങ്ഷിയാൻ യാണിനെ ക്യൂ മെത്തേഡുകളൊക്കെ പഠിപ്പിക്കുന്നത്. മറുത്തൊന്നും പറയാതെ ഫെങ്ഷിയാൻ പറയുന്നത് എല്ലാം തന്നെ അനുസരിക്കണമെന്ന് ഫെങ്ഷിയാൻ പറയുന്നു. അപ്പോ യാൺ ആകട്ടെ എപ്പോഴാണ് അവന്റെ മാസ്റ്ററിനെ രക്ഷിക്കാൻ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫെങ്ഷിയാൻ അതിന് ഉത്തരം പറയുന്നില്ല. അതിനുശേഷം ഫെങ്ഷിയാൻ കുറെ കാര്യങ്ങൾ യാണിനെ പഠിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. യാൺ പതുക്കെ പതുക്കെ അതെല്ലാം പഠിക്കുന്നതായിട്ടും കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് സ്റ്റാർഫോൾ ഹാളിലേക്ക് കിങ്ലുവാനെ കാണുന്നതിന് വേണ്ടി ക്യുങ്ങർ വരുന്നതാണ്. സൂഷി കിങ്ലുവാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടും ക്യുങ്ങർ കേൾക്കാൻ തയ്യാറാകുന്നില്ല. അവളെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവരോടും അവള് ഇങ്ങനെ പറഞ്ഞു നടക്കും, സ്റ്റാർഫോൾ ഹാള് അവളോട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ. എന്നാൽ സൂഷി വളരെ പൊളൈറ്റ് ആയിട്ടാണ് കിങ്ലുവാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവനെ പോയി കണ്ടുപിടിക്കാൻ കിങ്ങർ പറഞ്ഞു. സൂഷി അപ്പോൾ പറയുന്നത് ഒരു കുക്കായിട്ടുള്ള ഞാൻ എവിടെ പോയി അവനെ കണ്ടുപിടിക്കാനാണ് എന്നാണ്. കിങ്ങർ അപ്പോൾ എവിടെയെങ്കിലും പോയി അവനെ കണ്ടുപിടിക്കാൻ പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ സൂഷി യാണിന്റെ അടുത്തേക്കാണ് വരുന്നത്. എന്നാൽ കിങ്ങർ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ യാൺ പോലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ സൂഷി അതിന് സമ്മതിക്കുന്നില്ല. നിർബന്ധപൂർവ്വം യാണിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ യാൺ അവിടെ എത്തിയതിനു ശേഷം സൂഷിയുമായിട്ട് പതുക്കെ വാതിലടിച്ചതിന് ശേഷം യാൺ കിങ്ലുവാന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നു. ആദ്യമേ ചോദിക്കുന്നത് എന്തിനാണ് തന്നെ കാണാൻ വന്നത്, എന്താണ് വേണ്ടത് എന്നൊക്കെയാണ്. കിങ്ങർ ആകട്ടെ അല്പം നാണത്തോടെ ഞാൻ നിന്നെ ആക്രമിക്കാനൊന്നും വന്നതല്ല, അകത്തേക്ക് കയറിക്കോളാനൊക്കെ പറയുന്നു. അതിനുശേഷം കിങ്ങർ പറയുന്നത് വേറൊന്നുമല്ല, സ്റ്റാർഫോൾ ഹാളിൽ പുതിയ ശിഷ്യ വന്നിട്ടുണ്ടെന്ന് കേട്ടു. സ്റ്റാർഫോൾ ഹാള് പെണ്ണുങ്ങളെ ശിഷ്യരായിട്ട് എടുക്കാറില്ല എന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്? അത് കേട്ട് കഴിയുമ്പോൾ യാൺ, ഓ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ കുറിച്ചാണോ നീ സംസാരിച്ചത്? അവള് ഡിഫറന്റ് അല്ലേ? കിങ്ങർ അത് കേട്ട് ദേഷ്യത്തോടെ പറയുകയാണ്, അവൾ ഇവിടെ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ, അവളുടെ ചെല്ലപ്പേര് പോലും വിളിക്കാൻ തുടങ്ങിയോ? യാൺ അത് അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോയതായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് യാണിന് അതിന് ഉത്തരം പറയാനായില്ല. സൂഷിയാകട്ടെ സംഗതി കൈവിട്ടു പോയി എന്ന് കരുതി അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. യാൺ അവിടെ നിന്ന് ഒന്നും സംസാരിക്കാതിരിക്കുമ്പോൾ കിങ്ങർ പറയുകയാണ്, എന്തേ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇനി കുറ്റബോധം മൂലമാണോ നീ ഒന്നും പറയാതിരിക്കുന്നത്? ഉടനെ തന്നെ യാൺ പറയുകയാണ്, കുറ്റബോധമോ? എന്ത് കുറ്റബോധം? അല്ല, നീ ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോ പറയുന്നതിന്റെ കാരണം എന്താണ്? കിങ്ങർ അപ്പോൾ നാണത്തോടെ പറയുകയാണ്, എന്റെ ഉള്ളിൽ എന്താണെന്ന് നിനക്കറിയാമല്ലോ. അന്ന് ആ ഫൈറ്റിന്റെ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാനൊന്നും കരുതിയതല്ല. നീ എന്നോട് പരാജയപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നിന്നെ ഞാൻ ആക്രമിച്ചത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ യാണിന് കാര്യം മനസ്സിലാകുന്നു. ക്യുങ്ങറിനെ ക്യുങ്ലുവാനെ ഇഷ്ടമാണെന്ന്. ഉടനെ തന്നെ യാൺ ആ വാതിൽ തുറന്നിട്ട് പറയുകയാണ്, അപ്പോ നിന്റെ ഉള്ളിൽ ഞാനുണ്ടല്ലേ? യാൺ വാതിൽ തുറന്ന സമയത്താകട്ടെ ക്യുങ്ങർ തിരിഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് യാണിന്റെ മുഖം കണ്ടില്ല. അത് കിങ്ലുവാൻ ആണെന്ന് തന്നെയാണ് കരുതുന്നത്. ക്യുങ്ങർ ആകട്ടെ നാണത്തോടെ എന്റെ ഉള്ളിൽ എന്താണെന്ന് നിനക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തോളിലേക്ക് ചാരുന്നു. എന്നാൽ പെട്ടെന്ന് എന്തോ പന്തികേട് തോന്നി യാണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് അത് കിങ്ലുവാൻ അല്ല എന്ന് മനസ്സിലാകുന്നത്. ഉടനെ തന്നെ രണ്ടുപേരും ഉച്ചത്തിൽ അലറുന്നു. യാണാകട്ടെ അവിടുന്ന് ഓടിപ്പോകുന്നു. കിങ്ങറും അവനെ പിന്തുടർന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ യാൺ പറയുകയാണ്, നിനക്ക് കിങ്ലുവാനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ തന്നെ അവനോട് പറഞ്ഞോളാം, നീ എന്നോട് നന്ദി പറയണം. അപ്പോ കിങ്ലുവാനെ ഇഷ്ടമാണെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് കിങ്ങർ പറയുന്നു. യാൺ അപ്പോൾ എന്തുകൊണ്ട് അവനെ ഇഷ്ടമല്ല
ഇഷ്ടമല്ല എന്ന് ചോദിക്കുന്നു. ക്യുങ്ങർ അപ്പോൾ അവനൊരു ലൂസർ ആണെന്ന് പറയുന്നു. യാൻ പറയുകയാണ്, അവൻ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. നീ കള്ളക്കൊതി എടുത്തത് കൊണ്ടല്ലേ ആ മത്സരത്തിൽ വിജയിച്ചത്. എന്നാൽ ക്യുങ്ങർ അത് സമ്മതിക്കുന്നില്ല. ഇതിനെല്ലാത്തിനും കാരണം കിങ്ലുവാൻ ആണെന്നാണ് പറയുന്നത്. യാണിന് കുറച്ചു ദിവസമായിട്ട് കിങ്ലുവാനെ അറിയുകയുള്ളൂ. ക്യുങ്ങറിന് വർഷങ്ങളായിട്ട് കിങ്ലുവാനെ അറിയാം. അവനൊരു കൗശലക്കാരനാണ്. ലോകത്ത് മറ്റൊരാണും കെയർ ചെയ്യാത്ത രീതിയിലാണ് അവൻ ക്യുങ്ങറിനെ കെയർ ചെയ്യുന്നത്. അത്രമാത്രം നൈസായിട്ടാണ് ക്യുങ്ങറിനോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ കിങ്ലുവാനെ അവൾക്ക് ഇഷ്ടമായി പോയി. വേറെ ആരെയും ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കിങ്ലുവാൻ അവളെ ട്രാപ്പിലാക്കുകയായിരുന്നു എന്നൊക്കെയാണ് കിങ്ങർ പറഞ്ഞു വരുന്നത്. യാൻ അപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു, അവനെ വിവാഹം കഴിക്കുക. അതിനുശേഷം അവൻ എങ്ങനെയാണോ അവളെ സ്നേഹിച്ചത് അതേപോലെ തന്നെ തിരിച്ച് അവനെയും സ്നേഹിക്കുക, അവനെയും കെയർ ചെയ്യുക. ക്യുങ്ങർ അത് കേട്ട് ദേഷ്യപ്പെട്ട് യാണിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ശരിക്കും അത് അവളുടെ നാണം മറക്കാനുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. യാൻ അപ്പോൾ തന്നോട് അങ്ങനെ പെരുമാറേണ്ട, താൻ കിങ്ലുവാൻ അല്ല എന്നൊക്കെ പറയുന്നു. അപ്പോ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ഉപയോഗിച്ചാണ് യാണിനെ ക്യുങ്ങർ കളിയാക്കുന്നത്. ക്യുങ്ങർ കരുതുന്നത് യാണിന് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ഇഷ്ടമാണെന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചത്തിൽ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ പേര് വിളിച്ചിട്ട് ക്യുങ്ങറിന് യാണിനെ ഇഷ്ടമാണെന്ന് പറയുന്നു. അവരുടെ പ്രണയബന്ധത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. പക്ഷേ അവരുടെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ക്യുങ്ങറിന് അറിയില്ലല്ലോ. യാൻ അതുകൊണ്ട് തന്നെ നോൺസെൻസ് ഒന്നും പറയല്ലേ എന്ന് പറയുന്നു. ക്യുങ്ങർ ആകട്ടെ, അപ്പോ നിനക്ക് എന്ത് വേണമെങ്കിലും പറയാലോ എന്നൊക്കെ പറയുന്നു. യാൻ അപ്പോൾ അവസാനം പറയുകയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ഞാൻ നേരത്തെ തന്നെ കണ്ടതാണ്. അവളുടെ 7 അയലത്ത് പോലും നീ എത്തില്ല. നീയെന്നല്ല, എന്റെ ഹൃദയത്തിൽ ഈ ലോകത്ത് തന്നെ അവളെക്കാളും ബെറ്റർ ആയിട്ട് വേറെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാൻ അവിടുന്ന് പോകുന്നു. അതിനുശേഷം ക്യുങ്ങർ അവിടുന്ന് പോകുന്ന സമയത്ത് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ കാണുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോൾ യാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ക്യുങ്ങർ പറയുന്നു. കാരണം ലിറ്റിൽ ഫെയറി ഡോക്ടർ സുന്ദരിയാണെന്ന് ക്യുങ്ങർ പോലും സമ്മതിക്കുന്നു. പക്ഷേ അതൊന്നും താൻ കെയർ ചെയ്യുന്നില്ല. അവൾക്ക് യാണിനെ ഇഷ്ടമായിരിക്കാം, പക്ഷേ തനിക്ക് യാണിനെ ഇഷ്ടമല്ല എന്നൊക്കെ അവൾ പറയുന്നു. എന്നാൽ ക്യുങ്ങർ എന്താണ് ഈ പറയുന്നതെന്ന് ലിറ്റിൽ ഫെയറി ഡോക്ടറിന് മനസ്സിലാകുന്നില്ല. യാൺ ഒരിക്കലും കിങ്ലുവാനേക്കാളും ബെറ്റർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോകുന്നു. അവൾ അവിടുന്ന് പോയി കഴിയുമ്പോൾ തന്നെ യാൺ അവിടെ എത്തി ലിറ്റിൽ ഫെയറി ഡോക്ടറിനോട് പറയുകയാണ്, അവൾ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ആകട്ടെ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ മുഖഭാവം മാറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗൂക്ലാൻ ആണ്. യൂണർ യാണിനെ തേടി സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാൻ പോവുകയാണ്. അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഗൂയാവോയാണ്. യാണിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ അവനെ അറിയിക്കണം എന്ന് പറയുന്നു. യൂണർ ആകട്ടെ ഗൂയാവോയോട് സോൾ ഹാളിന്റെ സബ്സിഡറി ഹാൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻസ് കിട്ടിയാൽ അവരെ അറിയിക്കാനും പറയുന്നു. മൂഗയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ മെഡിസിൻ എൽഡറിനെ രക്ഷിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴും യൂണറിന്റെ ഫാദർ അറിയാതെ രഹസ്യമായിട്ട് തന്നെയാണ് യൂണർ അവിടുന്ന് യാണിനെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ തന്നെ തിരികെ വരാനും ഗൂയാവോ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സെൻട്രൽ പ്ലെയിനിലെ ഫെസ്റ്റിവൽ ആണ്. യാൻ ലിറ്റിൽ ഫെയറി ഡോക്ടറിനോട് പറഞ്ഞതുപോലെ തന്നെ അവളെ ഫയർ വർക്കുകളൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. അവിടുത്തെ ആഘോഷങ്ങളും ഫയർ വർക്കുകളും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് ഒരുപാട് ഇഷ്ടമാകുന്നു. യാൻ അപ്പോൾ അവളോട് അവൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചു എന്ന് പറയുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ അപ്പോൾ യാണിനെ പ്രത്യേക രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി യാൻ അത്രയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ലിറ്റിൽ ഫെയറി ഡോക്ടറിനും ചെറുതായിട്ട് യാണിനോട് എന്തെങ്കിലും തോന്നി കാണണം. അങ്ങനെ അവർ കുറെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ക്യുങ്ങറിനെയും ക്യുങ്ലുവാനെയും കാണുന്നു. അവരെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ക്യുങ്ങറിനെ കളിയാക്കുന്നതിന് വേണ്ടി യാൻ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്യുങ്ങറും വിട്ടുകൊടുത്തില്ല. ലിറ്റിൽ ഫെയറി ഡോക്ടർ യാണിന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ യാണിനോട് പറയുകയാണ്, നിനക്ക് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ഇഷ്ടമല്ല എന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് നീ അവളുടെ കൂടെ തന്നെയാണല്ലോ നടക്കുന്നത്. ഈ ആണുങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? എല്ലാവർക്കും 2 മുഖമാണോ ഉള്ളത്? എന്നാൽ കിങ്ലുവാൻ ആകട്ടെ ഇനി അവിടെ നിന്നാൽ ഒട്ടും നന്നാവില്ല എന്ന് മനസ്സിലാക്കി മറ്റൊരു സ്ഥലത്ത് കുറെ നല്ല കാഴ്ചകൾ കാണാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്യുങ്ങറിനെയും കൊണ്ട് അവിടുന്ന് പോകുന്നു. അതിനുശേഷം കമ്പിത്തിരികളൊക്കെ കത്തിച്ച് അവർ ഒരുപാട് ആഘോഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടറൊക്കെ ഒരുപാട് ഹാപ്പി. യൂണറും അവിടെ എത്തുന്നതായിട്ട് കാണിക്കുന്നു. യാണിനെ ഇപ്പോഴും കണ്ടുമുട്ടിയിട്ടില്ല. അതിനുശേഷം അവസാനം വീണ്ടും യാണും ലിറ്റിൽ ഫെയറി ഡോക്ടറും ക്യുങ്ങറിന്റെയും കിങ്ലുവാന്റെയും അടുത്തൊക്കെ എത്തുന്നു. ശേഷം അവിടെ വെച്ചാണ് അവർ ആഘോഷിക്കുന്നത്. അപ്പോഴേക്കും അവരുടെ അടുത്തെത്തിയ യൂണർ മുകളിലത്തെ ഫയർ വർക്കുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ അതെന്ത് മനോഹരമാണെന്നൊക്കെ പറയുന്നു. യാൺ ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് യൂണറിനെ കാണുന്നത്. യൂണറിനെ കണ്ടപ്പോഴുള്ള സന്തോഷം അടക്കാനാവാതെ യാൺ ഓടിച്ചെന്ന് യൂണറിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. യാൺ യൂണറിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ എടുത്തു കറക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ മുഖഭാവം മാറുന്നുണ്ട്. ലിറ്റിൽ ഫെയറി ഡോക്ടർ അല്പം സാഡ് ആകുന്നു. അതിനുശേഷം യൂണറിനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. എന്നാൽ ക്യുങ്ങറിനെ യാൺ പരിചയപ്പെടുത്താനൊന്നും തയ്യാറാകുന്നില്ല. അപ്പോ ക്യുങ്ങർ പറയുകയാണ്, ഇത് നിന്റെ സ്വന്തം അനിയത്തിയാണെന്ന് പറയരുത്. യാൺ അപ്പോൾ യൂണറിനെ എന്ത് പറഞ്ഞ് പരിചയപ്പെടുത്തണമെന്ന് അറിയാതെ കുഴയുന്നു. അപ്പോ ക്യുങ്ലുവാൻ പറയുക
പറയുകയാണ്, യൂണർ യാണിന്റെ സഹോദരിയല്ലേ, ഇനി മുതൽ നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയാണ്. അപ്പോഴാണ് ആകാശത്ത് ചന്ദ്രൻ പെട്ടെന്ന് മറഞ്ഞു പോകുന്നതായിട്ട് അവർ കാണുന്നത്. ആ എനർജി ഫ്ലക്ച്വേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ യാൻ പറയുന്നത് പെട്ടെന്ന് സ്റ്റാർഫോൾ ഹാളിലേക്ക് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്നാണ്. സ്റ്റാർഫോൾ ഹാളിൽ നോക്കുകയാണെങ്കിൽ ഫെങ്ഷിയാനും അത് കാണുന്നുണ്ടായിരുന്നു. ഫെങ്ഷിയാൻ അവസാനം പറയുന്നത് വേറൊന്നുമല്ല, 3000 ബേണിംഗ് ഫ്ലെയിം എടുക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം എന്നാണ് പറയുന്നത്. പിന്നെ സ്റ്റാർഫോൾ ഹാളിൽ എത്തുമ്പോൾ യൂണർ യാണിനോട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹുൻമെഷിങ്ങിന്റെ സീല് തകർന്ന കാര്യങ്ങളൊക്കെയാണ് യൂണർ പറയുന്നത്. യാൺ അപ്പോൾ അതിന്റെ എല്ലാം പിന്നിൽ മൂഗോയാണെന്ന് മനസ്സിലാക്കുന്നു. യൂണർ അപ്പോൾ പറയുന്നത് അവർ ഹെവൻലി ഫ്ലെയിംസിന്റെ പുറകെയാണ്, അവർക്ക് എന്തോ വലിയ ദുഷ്ടപദ്ധതികൾ ഉണ്ട് എന്നൊക്കെയാണ്. യാൺ അപ്പോൾ ഉടനെ അത് ഫെങ്ഷിയാനെ അറിയിക്കാൻ തീരുമാനിക്കുന്നു. ഫെങ്ഷിയാനെ കണ്ടു കഴിയുമ്പോൾ അവൻ പറയുന്നത് മെഡിസിൻ എൽഡറിനെ എങ്ങനെയെങ്കിലും ഉടനെ തന്നെ രക്ഷിക്കണമെന്നാണ്. എന്നാൽ ഫെങ്ഷിയാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇന്ന് ആ ചന്ദ്രൻ മറഞ്ഞുപോയ സംഭവത്തെക്കുറിച്ചാണ് ഫെങ്ഷിയാൻ പറയുന്നത്. അത് 3000 ബേണിംഗ് ഫ്ലെയിം ബ്രേക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് നടക്കുന്ന സംഭവമാണ്. പിൽ ടവറിലാണ് 3000 ബേണിംഗ് ഫ്ലെയിം ഉള്ളത്. അത് ബ്രേക്ക് ഔട്ട് ആവാൻ പോകുന്നത് കൊണ്ട് തന്നെ പിൽ ടവർ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആൽക്കമിസ്റ്റുകളുടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. 10 പേരാണ് അതിൽ പങ്കെടുക്കുന്നത്. അതിൽ വിജയിക്കുന്നവർക്ക് 3000 ബേണിംഗ് ഫ്ലെയിമിനെ കീഴടക്കാം. യാൺ അതിൽ പങ്കെടുക്കണമെന്നാണ് ഫെങ്ഷിയാൻ പറഞ്ഞു വരുന്നത്. യാൺ അപ്പോ പറയുന്നത്, ഇതൊക്കെ എന്തിനാണ് ഇപ്പോ പറയുന്നത്, ആദ്യം മെഡിസിൻ എൽഡറിനെ രക്ഷിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെയാണ്. അപ്പോ ഫെങ്ഷിയാൻ പറയുകയാണ്, ഞാൻ നിന്റെ മോതിരത്തിന്റെ ഉള്ളിൽ വെച്ച് മെഡിസിൻ എൽഡറിനെ കണ്ട സമയത്ത് മെഡിസിൻ എൽഡർ പറഞ്ഞത് നീ 1000 ബേണിംഗ് ഫ്ലെയിമിനെ സ്വന്തമാക്കണം, സോൾ ഹാളിന്റെ കാര്യങ്ങളിൽ അത് കിട്ടാൻ ഒരിക്കലും അനുവദിക്കരുത് എന്നൊക്കെയാണ്. അവൻ നിന്നെ ഫ്ലെയിം മന്ത്രം പഠിപ്പിച്ചത് കൊണ്ട് തന്നെ നിനക്കത് എളുപ്പമായിരിക്കും. നീ അവന്റെ ബോൺ സ്പിരിറ്റ് ചില്ല് ഫ്ലെയിമും കൂടെ കൊണ്ടുപോകണം. എന്നാൽ അവൻ ഒട്ടും തയ്യാറാകുന്നില്ല. കാരണം അതിൽ മെഡിസിൻ എൽഡറിന്റെ സീലുണ്ട്. അതുപയോഗിച്ച് അവന് മെഡിസിൻ എൽഡറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അത് അവൻ എടുക്കുകയാണെങ്കിൽ മെഡിസിൻ എൽഡറുമായിട്ടുള്ള കണക്ഷൻ തന്നെ നഷ്ടമാകും. ഫെങ്ഷിയാൻ അപ്പോൾ നീ ഉള്ളത് സ്റ്റാർഫോൾ ഹാളിലാണ്, ഞാൻ പറയുന്നത് കേട്ടാ മതിയെന്ന് പറയുന്നു. യാൺ അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, മെഡിസിൻ എൽഡർ എവിടെയാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങളോ രക്ഷിക്കാൻ പോകുന്നില്ല, എന്നെ രക്ഷിക്കാൻ പോകാൻ അനുവദിക്കുന്നുമില്ല. ഇപ്പോൾ ഇതാ ആ ബോൺ സ്പിരിറ്റ് ചില്ല് ഫ്ലെയിമും എടുക്കാൻ പറയുന്നു. നിങ്ങൾ എന്ത് തരത്തിലുള്ള ഫ്രണ്ടാണ്? അത് കേട്ട് കഴിയുമ്പോൾ ഫെങ്ഷിയാനെ ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. ഫെങ്ഷിയാൻ പറയുകയാണ്, ഞാനും മെഡിസിൻ എൽഡറും തമ്മിലുള്ള ബന്ധം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇത്രയും വർഷക്കാലം നിന്റെ മോതിരത്തിന്റെ ഉള്ളിലായിരുന്നു കൊണ്ട് അവൻ ഒരുപാട് സഹിച്ചു. മൂഗോയുടെ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു. ഇതെല്ലാം തന്നെ അവൻ സഹിച്ചത് സോൾ ഹാളിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയായിരുന്നു. നീ ഫ്ലെയിം മന്ത്രം പഠിച്ചതുകൊണ്ട് തന്നെ നിനക്കത് സാധ്യമാകുമെന്ന് നിന്റെ മാസ്റ്റർ വിശ്വസിക്കുന്നു. നീ പറഞ്ഞതുപോലെ അവനെ ഞാൻ രക്ഷിക്കാതിരുന്നിട്ടില്ല. ഇത്രയും വർഷക്കാലം അവനെ എവിടെയെങ്കിലും കാണാമെന്ന് കരുതി ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടായിരുന്നെങ്കിൽ എന്തു വില കൊടുത്തും ഞാൻ അതിന് തയ്യാറാകുമായിരുന്നു. ഇതെല്ലാം കേട്ടിട്ടും നിന്റെ മാസ്റ്ററിന്റെ ആഗ്രഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഫെങ്ഷിയാൻ പറഞ്ഞത് ശരിയാണെന്ന് യാണിന് മനസ്സിലാകുന്നു. അവൻ അതിന് തയ്യാറാകുന്നു. പക്ഷെ അപ്പോഴും ബോൺ സ്പിരിറ്റ് ചില്ല് ഫ്ലെയിം എടുക്കാൻ അവൻ തയ്യാറാകുന്നില്ല. അത് കേട്ട് കഴിയുമ്പോൾ ഫെങ്ഷിയാൻ ദേഷ്യത്തോടെ പറയുകയാണ്, നിന്റെ ഇപ്പോഴത്തെ കഴിവ് ഉപയോഗിച്ച് നിനക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബോൺ സ്പിരിറ്റ് ചില്ല് ഫ്ലെയിമിന്റെ സഹായമില്ലാതെ നിനക്ക് 3000 ബേണിംഗ് ഫ്ലെയിം എടുക്കാൻ സാധിക്കില്ല. യാൺ അപ്പോ പറയുന്നത് സെറ്റ് ആക്കിയിട്ടാണ് അങ്ങോട്ട് വന്നത്, തിരികെ ജീവനോടെ വരുമെന്ന് അവൻ ഒരു പ്രതീക്ഷയും ഇല്ല എന്നൊക്കെ പറയുന്നു. ഫെങ്ഷിയാൻ പറയുകയാണ്, നീ ജീവനോടെ വന്നില്ലെങ്കിൽ നീ നിന്റെ മാസ്റ്ററിനെ നിരാശപ്പെടുത്തുന്നത് പോലെയാണ്. എന്നാൽ ഫെങ്ഷിയാനെ കൂടുതലായിട്ട് പറയാനൊന്നും ഇയാൾ അനുവദിക്കുന്നില്ല. അവൻ അവന്റെ മൈൻഡ് ഓൾറെഡി സെറ്റ് ആക്കിയതാണ്. ബോൺ സ്പിരിറ്റ് ചില്ല് ഫ്ലെയിമിന്റെ സഹായമില്ലാതെ തന്നെ 3000 ബേണിംഗ് ഫ്ലെയിമിനെ അവൻ കീഴടക്കും. അതിനുശേഷം ആരും തന്നെ അവനെ സഹായിച്ചില്ലെങ്കിൽ അവന്റെ മാസ്റ്ററിനെ രക്ഷിക്കാൻ അവൻ ഒറ്റയ്ക്ക് പോകുമെന്നൊക്കെ യാൺ പറയുന്നു. അവസാനം യാൺ പറയുന്നത് മെഡിസിൻ എൽഡറിന്റെ ഉറ്റ ചങ്ങാതിയോടാണ് ഞാനിപ്പോ സംസാരിക്കുന്നതെന്നാണ്. അത് കേട്ട് കഴിയുമ്പോൾ ഫെങ്ഷിയാന് പെട്ടെന്ന് ഒന്നും പറയാനാകുന്നില്ല. യൂണർ ആകട്ടെ മുന്നോട്ട് വന്നിട്ട് യാണിനെ വിശ്വസിക്കണം, യാണിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടണ്ട എന്നൊക്കെ പറയുന്നു. ഫെങ്ഷിയാൻ അപ്പോൾ യൂണറിനെ കുറിച്ച് ചോദിക്കുന്നു, ഗൂക്ലാനിൽ നിന്നുള്ള യാണിന്റെ സഹോദരിയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോ യൂണർ അവളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ഷിയോക്ലാനെ കുറിച്ച് ഗൂക്ലാനിലെ പുരാതന ഗ്രന്ഥങ്ങളിൽ വായിച്ച കാര്യങ്ങളെ കുറിച്ചുമൊക്കെ പറയുന്നു. അതിന് പ്രകാരം ഷിയോക്ലാന്റെ പൂർവികനായിട്ടുള്ള ഷിയോഷുവാൻ ആണ് സോൾ ഹാളിന്റെ സ്ഥാപകനായിട്ടുള്ള ഹുൻഷിയാനെ ഒക്കെ കീഴടക്കിയത്. ഷിയോക്ലാന്റെ ബ്ലഡ് ലൈൻ യാണിലൂടെ ഒഴുകുന്നുണ്ട്. ഈ ബ്ലഡ് ലൈൻ ഹെവൻലി ഫ്ലെയിംസിനോട് അടുത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഷിയോക്ലാന്റെ പൂർവികനായിട്ടുള്ള ഷിയോഷുവാന് ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷുവാൻ എന്ന ടെക്നിക്ക് പ്രയോഗിക്കാനായത്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈ ബ്ലഡ് ലൈൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഷിയോക്ലാന്റെ പൂർവികനായിട്ടുള്ള ഷിയോഷുവാന് ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷുവാൻ ചേഞ്ച് എന്ന പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ഒക്കെ പ്രയോഗിക്കാനായത്. ഫ്ലെയിം മന്ത്രം ഉപയോഗിച്ച് യാൺ 2 ഫ്ലെയിംസുകളെ കീഴടക്കി. അതുകൊണ്ട് തന്നെ അവൻ ഇതിനോട് കൂടുതൽ അടുത്തിരിക്കുകയാണ്. ഫെങ്ഷിയാൻ അപ്പോൾ ചോദിക്കുന്നത് വേറൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പേ സെൻട്രൽ പ്ലെയിനിലെ ഷിയോക്ലാൻ ഇല്ലാതായതാണ്. യാൺ വരുന്നത്
ജിയാമ സാമ്രാജ്യത്തിലെ ഷിയോ ക്ലാനിൽ നിന്നാണ്. അപ്പോ അവന്റെ ബ്ലഡ് ലൈൻ പവർഫുൾ ആയിരിക്കുമോ? അത് തെറ്റാണ്. അവന്റെ ബ്ലഡ് ലൈൻ വളരെ എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് പറഞ്ഞുകൊണ്ട് യാഫെ അങ്ങോട്ട് വരുന്നു. അതിനുള്ള തെളിവും യാഫയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം യാഫയുടെ സ്ഥലത്തേക്ക് അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ ഒരു രഹസ്യ അറയുണ്ടായിരുന്നു. യാണിന്റെ കയ്യിലുള്ള ആൻഷ്യന്റ് ജേഡ് ഉപയോഗിച്ച് മാത്രമേ അത് തുറക്കാനാവുകയുള്ളൂ. യാണിനോട് അത് തുറക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആൻഷ്യന്റ് ജേഡ് ഉപയോഗിച്ച് യാൺ അത് വിജയകരമായിട്ട് തുറക്കുകയും ചെയ്തു. ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷുവാൻ ചേഞ്ച് എന്ന ടെക്നിക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. സോൾഹാള് അത് സ്വന്തമാക്കാൻ വേണ്ടി പലതും ശ്രമിച്ചിരുന്നു. അത് അവരുടെ കരങ്ങളിൽ എത്താതിരിക്കാൻ വേണ്ടിയാണ് ഷിയോ ക്ലാന്റെ പൂർവികനായിട്ടുള്ള ഷിയോ ഷുവാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് കണ്ടുപിടിക്കാനുള്ള മാപ്പാണിത്. യാഫൈ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. യാഫൈ വരുന്നത് മിത്രിൽ ക്ലാനിൽ നിന്നാണ്. ഷിയോ ക്ലാൻ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവകാശപ്പെട്ട കരങ്ങളിൽ എത്തുന്നത് വരെയും ഇത്രയും വർഷക്കാലം മിത്രിൽ ക്ലാൻ ഒരു പ്രൊട്ടക്ടർ ആയിട്ട് നിലനിന്ന് പോന്നു. അപ്പോ യാണിനോട് അവന്റെ ഫാദർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ യാൺ ഫെങ്ഷിയാനോട് പറയുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവർ ജീവിച്ചിരുന്നത് സെൻട്രൽ പ്ലെയിനിലായിരുന്നു. എന്നാൽ സോൾഹാളിനെതിരെ പ്രവർത്തിച്ച് ശക്തിയെല്ലാം ക്ഷയിച്ച് ഷിയോ ക്ലാൻ ജിയാമ സാമ്രാജ്യത്തിലേക്ക് പിൻവലിയുകയായിരുന്നു. യൂണർ അപ്പോൾ പറയുകയാണ്, ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷുവാൻ ചേഞ്ചിന്റെ എല്ലാ വോളിയവും നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിനക്ക് ഷിയോ ഷുവാന്റെ ശക്തി കിട്ടും. പിന്നെ 1000 ബേണിംഗ് ഫ്ലെയിം മാത്രമല്ല, സോൾഹാളിനെ പോലും എളുപ്പത്തിൽ പരാജയപ്പെടുത്താനാകും. അതുവഴി അവന്റെ മാസ്റ്ററിനെ ഒക്കെ അവിടെ നിന്ന് എളുപ്പത്തിൽ രക്ഷിക്കാം. ശേഷം ആ മാപ്പ് പരിശോധിച്ചു കഴിയുമ്പോൾ ഷിയോ ക്ലാന്റെ ഒരു സിംബല് കാണുന്നു. അതുവഴി ആ ടെക്നിക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ യാണിന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. യാഫിയാണ് അത് എവിടെയാണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അത് മാത്രമല്ല എങ്ങനെ അവിടെ എത്താമെന്നും പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ യാൺ യൂണറിന്റെ കൂടെ അങ്ങോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. വളരെ വേഗത്തിലൊക്കെ നടന്നുകൊണ്ട് ഒരുപാട് ആകുലതയോടെയായിരുന്നു യാൺ അത് കണ്ടുപിടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നത്. യൂണർ പല പ്രാവശ്യവും യാണിന്റെ പേര് വിളിച്ചിട്ട് പോലും യാൺ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോ യൂണർ അവന്റെ അടുത്ത് വന്നിട്ട് അവന്റെ വിയർപ്പൊക്കെ തുടച്ചിട്ട് പറയുകയാണ്, എന്തിനാണ് നീ ഇത്രമാത്രം ആകുലതയോടെ ഇതൊക്കെ അന്വേഷിക്കുന്നത്? ഇതിനൊക്കെ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? യാൺ അപ്പോ പറയുകയാണ്, എങ്ങനെയെങ്കിലും വേഗത്തിൽ എന്റെ മാസ്റ്ററിനെ കണ്ടുപിടിക്കണം. ഇനിയും എന്റെ മാസ്റ്റർ അവിടെ ടോർച്ചർ ചെയ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യൂണർ അപ്പോൾ യാണിനെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം യാണിന്റെ കൈ പിടിച്ചൊക്കെയാണ് നടക്കുന്നത്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണാം. അതുവരെ ഗുഡ് ബൈ.